بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله تعالى وسلم على نبيه محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. ഈ പരിപാടി നിയന്ത്രിക്കുന്ന കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമാ സെക്രട്ടറി അഭിനന്ദനായ മൗലാന കിടങ്ങഴി ഉസ്താദ് അവർകളെ, നമ്മുടെ അഭിനന്ദനായ ആത്മീയ സ്രോതസ് ബഹുമാന്യരായ തങ്ങളവർകളെ, ബഹുമാന്യരായ കിടങ്ങഴി അലി മുസ്ലിയാർ, അഭിമന്യ സുഹൃത്ത് ഡോക്ടർ ഇ കെ അലവി മൗലവി, അഷ്റഫ് ബാക്കവി തുടങ്ങിയുള്ള പണ്ഡിതന്മാരെ, സദസ്സിലുള്ള ഉലമാക്കളെ, മുതഅല്ലിം സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശിർക്കാരോപണമല്ല ഗുണകാംക്ഷ എന്ന പേരിൽ കഴിഞ്ഞ മാസം 20-ന് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരള സുന്നി ജമാഅത്തിൻ്റെ ക്യാമ്പയിൻ ഒരു മാസം പൂർത്തിയാക്കുകയാണ്. ഇനി 10 ദിവസം കഴിയുമ്പോൾ അടുത്ത 31-ാം തീയതി പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഈ ക്യാമ്പയിൻ്റെ സമാപന പരിപാടി ഗംഭീരമായി നടക്കും. 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിൻ 4 മാസം നീണ്ടുനിന്ന മതം ഗുണകാംക്ഷയാണ് എന്ന പ്രമേയത്തിലുള്ള വഹാബികളുടെ പരിപാടികളുടെയും അവർ വിസർജിച്ച, അവർ പുറത്തുവിട്ട ദുരാരോപണങ്ങളുടെയും പേരിൽ സമൂഹത്തെ ബോധീകരിക്കുന്നതിനും ഉണർത്തുന്നതിനുമുള്ളതാണെന്ന് ഈ പ്രമേയം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യമാകും. 3 വർഷമായി കേരള സുന്നി ജമാഅത്ത് ഇവിടെ പ്രവർത്തിക്കുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ പല സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജംഇയ്യത്തുൽ ഉലമാകളുടെ നേതൃത്വത്തിലാണ് മിക്ക സുന്നി സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു സംഘടനയുടെ പ്രവർത്തകനാണ് ഈ ഉള്ളവനും. അതുപോലെ സുന്നി ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ബഹുവന്യരായ തങ്ങളവറുകളും. ഈ 4 ജംഇയ്യത്തുൽ ഉലമകളുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുന്നി സംഘടനകൾ അതതിൻ്റെ വീഥിയിൽ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വച്ചുകൊണ്ടു തന്നെ അവരവരുടെ വീഥിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ സംഘടനാപരമായ സങ്കുചിതത്വം കുറെ കൂടി ശക്തമായ രീതിയിൽ പുതിയ തലമുറയിൽ വേരൂന്നിക്കൊണ്ടിരിക്കുമ്പോൾ സുന്നികളിലുള്ള ഒരു സംഘം നടത്തുന്ന അഹ്ലുസുന്നത്തിൻ്റെ പരിപാടിക്ക്, സുന്നത്തിൻ്റെ പ്രചാരണ പരിപാടിക്ക് മറുസംഘം പങ്കെടുക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ ചില നാടുകളിൽ സുന്നി സംഘടനകൾക്കിടയിലുണ്ടായ ഭിന്നിപ്പിൻ്റെ പേരിൽ വഹാബികൾ പ്രസംഗിച്ചു പോയാലോ, എന്തുതരം തെറികൾ പറഞ്ഞു പോയാലും, എന്തെല്ലാം ദുരാരോപണങ്ങൾ നടത്തിയാലും മറുപടി നടത്താൻ ഒരു സംഘവും മുന്നോട്ട് വരാത്ത, ഒരു സംഘം മുന്നോട്ട് വന്നാൽ മറുസംഘം അതിനെ എതിർക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് വന്നപ്പോൾ കേരളത്തിലെ സുന്നികൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പേരിൽ ബിദ്അത്തിനെതിരെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വേദിയായാണ് കേരള സുന്നി ജമാഅത്ത് രൂപം കൊണ്ടത്. ബിദ്അത്തിനെതിരെ സുന്നികൾക്കിടയിലുള്ള സംഘടനാപരമായ, മസ്അലാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ നിലനിൽക്കെ തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതു പ്രവർത്തകന്മാർക്കും ഏതു നേതാക്കൾക്കും ഒത്തൊരുമിക്കാവുന്ന ഈ വേദി എവിടെയെങ്കിലും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ബിദ്അത്തുകാർക്കെതിരെ എന്തെങ്കിലും നടത്തേണ്ടി വരുമ്പോൾ സംഘടനാ പ്രശ്നങ്ങളുടെയോ ഗ്രൂപ്പ് വഴക്കുകളുടെയോ പേരിൽ മുടക്കം വരരുത് എന്നാലോചിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘമാണ്. ബിദ്അത്ത് വിരുദ്ധ ക്യാമ്പയിനുകളും ബിദ്അത്ത് വിരുദ്ധ പ്രചാരണങ്ങളും തന്നെയാണ് ഈ സംഘത്തിൻ്റെ മെയിൻ ലക്ഷ്യം എന്നർത്ഥം. ഇക്കഴിഞ്ഞ 3 വർഷങ്ങളിലും ഈ സംഘം
പല ക്യാമ്പയിനുകളും നടത്തുകയുണ്ടായി. ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കുക എന്ന പേരിൽ ഈ സംഘം നടത്തിയ 40 ദിവസം നീണ്ടുനിന്ന ക്യാമ്പയിൻ ചരിത്രപരമായ വിജയം നേടി. വഹാബികൾ ശിർക്കാരോപിക്കുന്നു എന്ന് ജനങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുകയും ഈ ശിർക്കാരോപണം വേണ്ടതില്ല എന്ന് പൊതുവെ അവർക്കിടയിൽ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയും അവർക്കിടയിൽ തന്നെ അഭിപ്രായം വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ ഞങ്ങൾ സുന്നികൾക്കെതിരെ ശിർക്കല്ലേ ആരോപിക്കുന്നുള്ളൂ, കുഫ്ർ ആരോപിക്കുന്നില്ലല്ലോ എന്ന നിലവാരത്തിലാണ് വഹാബികൾ പിന്നീട് എത്തിപ്പെട്ടത്. ശിർക്കല്ലേ ആരോപിക്കുന്നുള്ളൂ, കുഫ്ർ ആരോപിക്കുന്നില്ലല്ലോ എന്ന്. ശിർക്ക് എന്താണ്, കുഫർ എന്താണ് എന്ന് പോലും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത പാവങ്ങളാണ് ഇക്കാലമത്രയും തവസ്സുലിന്റെയും ഇസ്തിവാസയുടെയും ഖബറിങ്കൽ വെച്ച് സിയാറത്ത് ചെയ്യുന്നതിന്റെയും ആവലാതി പറയുന്നതിന്റെയും പേരിൽ സമൂഹത്തെ മൊത്തം ശിർക്കാരോപിക്കുകയും മുശ്രിക്കുകളാക്കി മുദ്രയടിക്കുകയും ചെയ്തിരുന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കുക എന്ന ക്യാമ്പയിനോടുകൂടെയാണ് വാസ്തവത്തിൽ ഈ ശിർക്കാരോപണത്തിന്റെ ഗൗരവം, ശിർക്കാരോപണത്തിന്റെ നിലപാട് ജനങ്ങൾക്കിടയിൽ പ്രചാരം നേടാനിടയുന്നത്. ഇതിനുശേഷം ലക അഷ്കൂ യാ നബി എന്ന പേരിൽ ഒരു റബീഉൽ അവ്വലിൽ ഈ സംഘം നടത്തിയ ക്യാമ്പയിനും വളരെ വിജയകരമായി അവസാനിക്കുകയുണ്ടായി. ഇപ്പോൾ ഇതാ ഇതിന്റെ 3-ാം വർഷത്തിൽ മതം ഗുണകാംക്ഷിയാണ് എന്ന പേരിൽ 4 മാസം തുടർച്ചയായി സാമ്പത്തികമായ എല്ലാ ശേമുഷിയും സംഘടനാപരമായ രാഷ്ട്രീയമായ മറ്റെല്ലാ തരത്തിലുള്ള സ്വാധീനവും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ വഹാബി പ്രസ്ഥാനം നടത്തിയ ഒരു വലിയ ക്യാമ്പയിൻ, കേരളത്തെ തന്നെ പല മേഖലകളാക്കി തിരിച്ചുകൊണ്ട് നടത്തിയിരുന്ന ഒരു വലിയ ക്യാമ്പയിൻ, ആ ക്യാമ്പയിനിൽ വിസർജിച്ചതും മതം ഗുണകാംക്ഷിയാണ് എന്ന പ്രമേയത്തിൽ ശിർക്കാരോപണം തന്നെ. ഇതിന്റെ കാര്യത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനാണ് ശിർക്കാരോപണമല്ല ഗുണകാംക്ഷ എന്ന പ്രമേയത്തിൽ ഈ ക്യാമ്പയിൻ കേരള സുന്നി ജമാഅത്ത് നടത്തുന്നത്. അൽഹംദുലില്ലാഹ്, ഇതിന്റെ തുടക്കം മുതൽ തന്നെ വഹാബി ഗാങ്ങിൽ വിരളി പിടിച്ചതിന്റെ അടയാളങ്ങൾ പലയിടത്തും കാണുന്നുണ്ട്. ഉദ്ഘാടന സമ്മേളനം കുറ്റ്യാടിയിൽ വെച്ച് നടന്നപ്പോൾ തന്നെ ആ ക്യാമ്പയിനെതിരെ, ആ പരിപാടിക്കെതിരെ നാദാപുരം മേഖലകളിൽ, വടകര മേഖലകളിൽ നജീബ് മൗലവിയുടെ വിചിത്ര ചിന്തകൾ എന്ന പേരിൽ വരെ തലക്കെട്ട് നൽകിക്കൊണ്ട് വഹാബികൾ പരിപാടികൾ നടത്തുന്നു എന്നത് കുറ്റ്യാടിയിലെ പൊതുയോഗത്തിന്റെ ഈ ക്യാമ്പയിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ മഹാവിജയമായിരുന്നു. അത് സൃഷ്ടിച്ച ചലനത്തിൽ വിരളി പൂണ്ടതുകൊണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഇവിടെ ഈ ശിർക്കാരോപണമല്ല ഗുണകാംക്ഷ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഈ പഴയ ബസ് സ്റ്റാൻഡിൽ സുന്നി ജമാഅത്തിന്റെ മഞ്ചേരി മേഖല പൊതുയോഗം നടക്കുന്നു എന്ന പോസ്റ്ററുകൾ വന്നപ്പോഴേക്കിതാ അതിന് മീതെ തന്നെ പോസ്റ്ററുകൾ ഒട്ടിച്ചു വരുന്നു. ശിർക്ക് ആരോപണമോ അതോ വസ്തുതയോ എന്ന പേരിൽ പരിപാടി നടത്തുന്നു. ശിർക്ക് ആരോപണമല്ല, വസ്തുത തന്നെയാണ് സുന്നികൾക്കിടയിലും ലോകത്തെ മുസ്ലിമീങ്ങൾക്കിടയിലും ശിർക്ക് നിലനിൽക്കുന്നു എന്നത് എന്ന്. ഇത് ക്ലിപ്പിങ്ങോടുകൂടെ LCD-യുടെ സഹായത്തോടുകൂടെ നടത്തുന്നു എന്നാണ്. അൽഹംദുലില്ലാഹ്, നാളെ മറ്റന്നാൾ തന്നെ ഈ പരിപാടിക്കെതിരെ ഒരു പരിപാടി നടത്തുമ്പോൾ സാധാരണക്കാർക്കൊക്കെ സംഗതികൾ ഓർക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന പരിപാടിയിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളും പ്രത്യേകം ഉണർത്തുന്നതായ കാര്യങ്ങളും മറ്റന്നാൾ നടക്കുന്ന പരിപാടിയിൽ പ്രസംഗകർ തീർച്ചയായും പരാമർശിക്കണം. ഇത് പരാമർശിക്കുന്നുണ്ടോ എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഉണർത്തിക്കൊണ്ടാണ് ഞാൻ ഈ പ്രമേയ വിശദീകരണത്തിന്റെ സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 പതിറ്റാണ്ടുകാലം പരസ്യമായി അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്തു. നുബുവത്ത് ലഭിച്ചിട്ടുള്ള 3 മാസക്കാലം വഹയിന്റെ ആരംഭത്തിൽ വന്ന ഭീതിയും വഹയിന്റെ ആരംഭത്തിൽ സംഭവിച്ച പ്രയാസവും അള്ളാഹുവിന്റെ റസൂലിനെ ശരിപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല 3 വർഷക്കാലം റസൂലിനോട് പരസ്യ പ്രബോധനത്തിന് ആഹ്വാനം ചെയ്യാതെ നുബുവത്തിന്റെ തുടക്കത്തിൽ കഴിഞ്ഞ ശേഷം 10 വർഷക്കാലം മദീനയിലും 10 വർഷക്കാലം മക്കത്തുമായി അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ പരസ്യമായി പ്രബോധനം ചെയ്തു. മക്കയിൽ വെച്ച് പ്രബോധനം ചെയ്ത 10 വർഷത്തിലും വളരെ പ്രധാനമായി അവതരിച്ചിരുന്ന ആയത്തുകളിലെല്ലാം പരാമർശിച്ചിരുന്നത് ശിർക്കിനെതിരിലുള്ള ഉദ്ബോധനങ്ങളും തൗഹീദിനെ ഊന്നിക്കൊണ്ടുള്ള പാഠങ്ങളും തൗഹീദിനെ പഠിപ്പിച്ചുകൊണ്ടുള്ള ആയത്തുകളുമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അവസാനത്തെ മക്ക ജീവിതത്തിന്റെ ഏതാണ്ട് അവസാനത്തിലാണ് മേറാജ് രാത്രിയിൽ ഏറ്റവും
ഏറ്റവും ആദ്യമായി ഈ ശരീഅത്തിലെ പ്രധാനപ്പെട്ട ഫറളായ നമസ്കാരം പോലും ഫറളാക്കപ്പെട്ടത് എന്ന് നമുക്കൊക്കെ അറിയാം. അതുവരെയുള്ള പാഠങ്ങൾ അത്രയും ആഖിറത്തിന്റെ കാര്യവും അള്ളാഹുവിന്റെ തൗഹീദും റിസാലത്തിന്റെ പാഠങ്ങളുമടക്കം ഈമാനിന്റെ തത്വങ്ങളായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്തിരുന്നത്. മദീനത്തു വന്ന ശേഷം ഇസ്ലാമിക ശരീഅത്തിന്റെ എല്ലാ വശങ്ങളും വിശാലമായ അർത്ഥത്തിൽ അതിന്റെ മൗലിക ഭാഗമായ ഉസൂലും ശാഖാപരമായ ഭിന്നിപ്പുകൾ സംഗതമായ ഉലമാക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുക സ്വാഭാവികമായ ശാഖാപരമായ കാര്യങ്ങളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിശാലമായി പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം തങ്ങൾ വഫാത്താകുന്നതിന്റെ മുന്നോടിയായി നടത്തിയ പ്രസംഗങ്ങളിലെല്ലാം നബി തങ്ങളുടെ വേർപാടിനു ശേഷം ഈ സമുദായത്തിൽ ഉണ്ടാകാനിടയുള്ള എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട സംഭവങ്ങളും വിഷയങ്ങളിൽ താക്കീതു നിൽക്കേണ്ടവയുടെ താക്കീതും പ്രത്യേകം പ്രശംസിച്ചു പറയേണ്ടതിന്റെ പ്രശംസയുമടക്കം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല പ്രവചനങ്ങളും പറഞ്ഞുകൊണ്ടാണ് ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ദൗത്യം പൂർത്തിയാക്കി അള്ളാഹുവിന്റെ ലോകത്തേക്ക് യാത്രയായത്. പേർഷ്യൻ സാമ്രാജ്യം തകരുന്നത് അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം പറഞ്ഞു. റോമൻ സാമ്രാജ്യം തകർക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. മുസ്ലിമീങ്ങൾ കടൽ കടന്ന് യുദ്ധം നടത്തുന്നത് അള്ളാഹുവിന്റെ റസൂൽ പ്രവചിച്ചു. മുസ്ലിം സംഘങ്ങളിൽ ഇന്നിന്ന വ്യക്തികൾക്ക് ഇന്നിന്നത് സംഭവിക്കുമെന്നത് അള്ളാഹുവിന്റെ റസൂൽ പ്രവചിച്ചു. അവിടുത്തെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇന്നിന്ന പ്രദേശത്ത് വെച്ച് ത്വഫിൽ വെച്ച് കൊല ചെയ്യപ്പെടും, അരുംകൊല നടത്തപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. തന്റെ ശേഷം തന്റെ മിമ്പറിലൂടെ ബനൂ ഉമയ്യത്ത് വംശജർ ഖുതുബ നിർവഹിച്ചുകൊണ്ട് ഇവിടത്തെ ഭരണാധികാരികളായി നിലകൊള്ളുമെന്ന് അപ്രിയ സത്യമായിരുന്നിട്ടും അള്ളാഹുവിന്റെ റസൂൽ പ്രവചിച്ചു. നബി തങ്ങളുടെ പ്രവചനം അന്ത്യനാൾ വരേക്കും ഈ സമുദായത്തിൽ ഉണ്ടാകാനിരിക്കുന്ന മിക്ക പ്രശ്നങ്ങളെക്കുറിച്ചും മിക്ക വിഷയങ്ങളെക്കുറിച്ചും റസൂലുള്ളാഹി തങ്ങളുടെ പ്രവചനം കാണാം. ഈ സമുദായം ഭിന്നിക്കും, 73 സംഘമായി ഭിന്നിക്കും. ക്രിസ്തീയരും ജൂതരും ഭിന്നിച്ചതിന്റെ ഒരു പടവ് കൂടി അപ്പുറം വർദ്ധിച്ച അളവിൽ ഈ സമുദായം ഭിന്നിക്കും. ഈ സമുദായം അങ്ങനെ ഭിന്നിക്കുമ്പോൾ ഒരേ ഒരു സംഘവും വിഭാഗവും പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ മാത്രമാണ് സ്വർഗത്തിലേക്ക് നയിക്കുന്ന ആശയങ്ങൾ. ബാക്കി 72 വിഭാഗം പ്രചരിപ്പിക്കുന്നതും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആശയങ്ങളാണ്. എങ്കിലും അവരൊക്കെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരും എൻ്റെ ഇജാബത്തിന്റെ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിങ്ങളുമാണെന്ന് വരെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഓരോരോ സംഘവുമായി ബന്ധപ്പെട്ട പാഠങ്ങളും അവരുടെ അവസ്ഥകളും നബി തങ്ങൾ പഠിപ്പിച്ചു. ഖദരിയത്ത്, ജബരിയത്ത് തുടങ്ങിയിട്ടുള്ള പുത്തൻ പ്രസ്ഥാനങ്ങളെ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പ്രവചിച്ചു. ഈ പ്രവചനങ്ങളിൽ എവിടെയെങ്കിലും ഈ സമുദായത്തിന്റെ അകത്ത് ശിർക്ക് നടമാടപ്പെടുമെന്നോ ശിർക്ക് നിർബാധം തുടരുമെന്നോ ഒരു പരാമർശം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരാരോപിക്കുന്ന മില്ലത്തിൽ നിന്ന് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കിനെ കുറിച്ചുള്ള ഒരു താക്കീത് ഈ സമുദായത്തിന് നൽകിയില്ലെന്നു മാത്രമല്ല, അവിടുത്തെ വേർപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് പോലും വരാതെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ പരിക്ഷീണനായി കിടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ പള്ളിയിൽ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ പ്രസംഗത്തിൽ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത പ്രസംഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വളരെ വിശദമായി അവിടുത്തെ വേർപാടിന്റെ നിലയിലുള്ള പ്രസംഗവും വേർപാടിന്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള നടപടികളും നടത്തിയത് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഒരിടത്തല്ല, പലയിടത്തു സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് ആവർത്തിച്ചിട്ടുണ്ട്. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എന്ന അഷ്റഫുൽ ഖൽഖിന്റെ സഹചാരിയായ നബി തങ്ങളുടെ ഖാദിമായ സേവകനായ സ്വഹാബി വര്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ നിലപാടിനെ കുറിച്ച് വിവരിക്കുന്നു. അന്നൊരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ ഉഹദിൽ ഷഹീദായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്തു. വല്ലാത്ത ദുആ. മദീനയിൽ വന്ന് 2-3 കൊല്ലം ഹിജറയുടെ 3 കൊല്ലം നടന്ന് ഉഹദിൽ കൊല്ലപ്പെട്ട ഷഹീദായ മുസ്ലിമീങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തപ്പോൾ ആ ദുആയുടെ ഭാഷയും ആ ദുആയുടെ ഭാഗങ്ങളും ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം. കഅന്നഹു മുവദ്ദിഉൽ ലിൽ അഹ്യാഇ വൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരോടും വഫാത്തായവരോടും തങ്ങൾ വിട പറയുന്നത് പോലെയാണ് അന്നത്തെ ദുആയും അന്നത്തെ സംസാരവും നടത്തിയത്. ആ പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത്, ഫവല്ലാഹി മാ അഖ്ശാ അലൈക്കും അൻ തുശ്രികൂ ബഅദി.
അല്ലാഹുവാണ്, അല്ലാഹുവാണ് സത്യം. ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നില്ല. എന്റെ വേർപാടിന്റെ ശേഷം നിങ്ങളിൽ ഉമ്മത്ത് ശിർക്കിലകപ്പെടും എന്ന് ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നേയില്ല. നിങ്ങൾ ശിർക്കിലകപ്പെടുമെന്ന ഭയം ഈ ഉമ്മത്തിനെ കുറിച്ച് അശേഷം എനിക്കില്ല. നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം, അന്തരാഫസുദ്ദുന്യാ, നിങ്ങൾ ദുന്യാവിന് വേണ്ടി മത്സരിക്കുന്നതും ദുന്യാവിന്റെ പേരിൽ പത്രാസ് കാട്ടുന്നതും ദുന്യാവിന്റെ പേരിൽ കിടമത്സരം നടത്തുന്നതും ദുന്യാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടക്കുന്നതും ദുന്യാവിന്റെ പേരിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പത്രാസുകൾ കാണിക്കുന്നതുമാണ് ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ ശിർക്ക് സമുദായത്തിന്റെ മേൽ ഭയപ്പെടുന്നേയില്ല എന്ന ആണയിട്ട പ്രഖ്യാപനം, സത്യം ചെയ്ത പ്രഖ്യാപനം ചെയ്ത സംഭവം സ്വഹീഹുൽ ബുഖാരി ഒരിടത്തല്ല പലയിടത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഈ പ്രസംഗത്തെ കുറിച്ച് കൂട്ടിച്ചേർക്കുന്നു. ഫകാന ആഖിറ നദറത്തിൻ നദർതുഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ അവസാനം കാണുന്ന കാഴ്ചയായിരുന്നു അത്. ശേഷം ജീവിച്ചിരിക്കുന്നതായി അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ ആ പ്രസംഗത്തിൽ നബി തങ്ങൾ ആശങ്കയില്ലെന്ന് പ്രഖ്യാപിച്ചതാണ് ശിർക്ക്. ദുന്യാവിനെ കുറിച്ചാണ് ഈ സമുദായത്തിന്റെ മേൽ നബി തങ്ങൾ പേടിച്ചത്. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും ഇത്തിബാഉൽ ഹവാ വതൂലുൽ അമൽ فإن اتباع الهوى يصدكم عن الحق وطول الأمل ينسيكم الآخرة. എന്റെ സമുദായത്തിന്റെ മേൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത്, ഏറ്റവും അധികം ആശങ്കപ്പെടുന്നത് ഇത്തിബാഉൽ ഹവാ, തന്നിഷ്ടത്തിനൊത്തുകൊണ്ട് തടീച്ചക്കൊത്തുകൊണ്ട് തന്നിഷ്ടം ദീനിന്റെ പേരിൽ പറയുന്ന ബിദ്അത്തിനോട് പിന്തുടരുന്ന ആ സ്വഭാവമാണ്. വതൂലുൽ അമൽ, വല്ലാത്ത നെടും കൊതികളും, ദുന്യാവിലുള്ള നീണ്ട കൊതികൾ. ആയുസ് അധികം വേണം, വാഹനങ്ങൾ വേണം, സുഖം വേണം, പുരകൾ വേണം, വലിയ വലിയ ടെറസുകൾ വേണം, അമ്പരച്ചുംബികൾ വേണം, കച്ചവടങ്ങൾ വേണം, വാരിക്കൂട്ടാൻ പലതും വേണം എന്നിങ്ങനെ നിങ്ങൾക്ക് ദുന്യാവിലുള്ള നീണ്ട കൊതികളും മേലെണ്ണം കൊതികളുമാണ് ഈ സമുദായത്തിന്റെ മേൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന പ്രശ്നം. ബിദ്അത്തുകളോട് പിൻപറ്റിക്കൊണ്ടുള്ള, തന്നിഷ്ടത്തോട് പിൻപറ്റിക്കൊണ്ടുള്ള ആ നിലപാട് യസുദ്ദുകും അനിൽ ഹഖ്, കാര്യങ്ങളിൽ സത്യം കണ്ടെത്തുന്നതിൽ നിന്ന് നിങ്ങളെ അത് തിരിച്ചു കളയും. വതൂലൽ അമൽ, നിങ്ങളുടെ നീണ്ട മേലെണ്ണം കൊതികൾ. യുസീകുമുൽ ആഖിറ, പരലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിസ്മരണം നിങ്ങളെ വിസ്മരിപ്പിക്കും. ഇതാണ് ഞാൻ ഭയപ്പെടുന്ന ഏറ്റവും വലിയ അപകടം എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോഴും ഈ സമുദായത്തിൽ ശിർക്ക് നടമാടുമെന്നോ ഈ സമുദായത്തിന്റെ ഉമ്മത്ത് ശിർക്കിൽപ്പെടുമെന്നോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നില്ല. ഏറ്റവും അധികം ഭയപ്പെടുന്നത് തന്നിഷ്ടത്തിനൊത്ത് ജീവിക്കുന്ന നില, ദുന്യാവിൽ സുഖിയന്മാരായി കഴിയുന്ന നില. ഈ നിലപാടാണ് ഈ സമുദായത്തിന്റെ മേൽ ആശങ്കപ്പെടുന്ന ഏറ്റവും വലിയ ഭീതിതമായ പ്രശ്നമെന്ന് നബി തങ്ങൾ പറയുമ്പോൾ വരാനിരിക്കുന്ന സമുദായത്തിന് ഖിയാമത്ത് നാൾ വരെയുള്ള സംഭവങ്ങളെ കുറിച്ച് മുഴുവൻ പ്രവചനം നടത്തിയ അല്ലാഹുവിന്റെ ഹബീബ് ഈ പ്രവചനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള എല്ലാ കിതാബുകളും പരിശോധിക്കിൻ. അതിന്റെ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ ഈ സമുദായം ഈ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കിലകപ്പെടുമെന്നും മുശ്രിക്കുകളായി പോകുന്ന ശിർക്ക് വരും ഈ സമുദായത്തിലെന്നും അല്ലാഹുവിന്റെ റസൂൽ ആശങ്കപ്പെടുന്നില്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാത്തയും ഉസ്സയും പൂജിക്കപ്പെടുന്നത് വരെയും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഇതിന്റെ ഒരു റിപ്പോർട്ടിൽ ഈ സമുദായം ലാത്തക്കും ഉസ്സക്കും ഇബാദത്ത് ചെയ്യുന്നവരേക്കും ഈ സമുദായം മരിക്കുകയില്ല, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഇത് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ, ഇമാം അഹ്മദ് നിവേദനം ചെയ്ത റിപ്പോർട്ടിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് സംശയം ചോദിക്കുന്നു, നബി, ഞാൻ ഖുർആൻ ഓതിയപ്പോ ഒരായത്ത് എന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. എല്ലാ ദീനിനേക്കാൾ, എല്ലാ മതങ്ങളെക്കാൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉയർന്നു നിൽക്കുകയും ജയിച്ചു നിൽക്കുകയും ചെയ്യും. അതിനാണ് അല്ലാഹുവിന്റെ റസൂലിനെ അയച്ചിരിക്കുന്നത് എന്ന്
ഖിയാമത്തുനാൾ വരെ അള്ളാഹുവിന്റെ ദീൻ ജയിച്ചു നിൽക്കുമെന്നും ഈ ദീനിന്റെ അകത്തുള്ള ആളുകൾ ശിർക്കിലേക്കോ തൗഹീദിൽ നിന്ന് അകന്നു പോകുന്ന ലാത്ത ഉസ്സയുടെ ഇബാദത്തിലേക്കോ പോകുമെന്ന് ഒരിക്കലും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിരച്ചിരുന്നില്ല, മനസ്സിലോർത്തിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ആയത്തുണ്ടാകുമ്പോ ലാത്തയുടെയും ഉസ്സയുടെയും പൂജ ഈ സമുദായത്തിൽ നടക്കുന്നതെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ സംശയം പ്രകടിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ആയിഷ ശരിയാണ്, അള്ളാഹുവിന്റെ ദീന് ജയിച്ചു നിൽക്കും. ക്രിസ്ത്യാനിറ്റിയും ജൂതൈസവും അടക്കമുള്ള സകല ദീനിനേക്കാൾ ജയിച്ചു നിൽക്കും. അന്ത്യനാൾ വരെ അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹീദ് ഉയർന്നു നിൽക്കും. പക്ഷേ ഖിയാമത്തിനോടടുത്ത് സകല മുഅ്മിനീങ്ങളെയും നശിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ മന്ദമാരുതൻ യമനിൽ നിന്നടിച്ചു വീശും. ഖിയാമത്തിനോടടുത്ത് വരുന്ന ഒരു കാറ്റ്, ആ കാറ്റ് വന്നാൽ ആ കാറ്റേറ്റുകൊണ്ട് തഴുകിലേറ്റുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും മരിച്ചു വീഴും. ഒരു മുഅ്മിനീങ്ങളുമില്ലാതെ നികൃഷ്ടരും ദോഷികളുമായ ആളുകൾ മാത്രം നിലനിൽക്കുന്ന ആ കാലത്ത് എന്റെ ദഅവത്തിന്റെ ഉമ്മത്ത്, ഞാൻ നിയോഗിക്കപ്പെട്ട സമുദായം ലാത്ത ഉസ്സയുടെ ഇബാദത്തിലേക്ക് പുനർനയിക്കപ്പെടും എന്നാണ് ഞാൻ പറഞ്ഞ ഹദീസിന്റെ വിവക്ഷയെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത് ഇമാം അഹ്മദ് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. ഇത്ര വ്യക്തമായി ഈ ഉമ്മത്തിൽ ലാത്ത ഉസ്സ അടക്കമുള്ള ദേവികളെയും ദേവന്മാരെയും വിഗ്രഹങ്ങളെയും പൂജിക്കപ്പെടുന്ന ശിർക്ക് വരികയില്ല എന്ന് ആണയിട്ട് പ്രഖ്യാപിച്ച നബി, നിങ്ങൾ എന്റെ ഇജാബത്തിന്റെ ഉമ്മത്ത് ശിർക്കിലകപ്പെടുമെന്ന് എനിക്ക് ആശങ്കയില്ലെന്ന് പറഞ്ഞ നബി ആശങ്കപ്പെടാത്ത പേടിക്കാത്ത മഹാ അപകടം ഈ ഉമ്മത്തിന്റെ പേരിൽ ആരോപിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം. ഈ മുന്നേറ്റം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു 3/4 നൂറ്റാണ്ടു കാലം മുതൽ ആരംഭിച്ചിട്ട് പതിയെ 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 വന്ന് ഇപ്പൊ പലവിധ സ്വാധീനങ്ങളാൽ ഇപ്പോൾ ഈ മുന്നേറ്റം ഇതാ ശക്തിപ്പെടുകയാണ്. പേജും സ്റ്റേജും അവരുടെ കയ്യിലുണ്ട്, പണം ഇഷ്ടം പോലെ ഈ വിഭാഗത്തിന്റെ കയ്യിലുണ്ട്, പത്രങ്ങളിലും മാധ്യമങ്ങളിലും അവർക്ക് വേണ്ടതിലധികം സ്വാധീനമുണ്ട്. മുസ്ലിമീങ്ങളുടെ മാത്രമല്ല അമുസ്ലിമീങ്ങൾ നടത്തുന്ന എന്നു മാത്രമല്ല മുഖ്യധാരാ പത്രങ്ങളിൽ വരെ ശരിയായ അതിന്റെ കുറ്റികളിൽ, അതിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ അവിടെ കിടക്കുന്നുണ്ട് പുത്തൻവാദികൾ. ഈ പുത്തൻവാദികൾ അവരുടെ ഈ സ്വാധീനമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതും അവർ 3/4 നൂറ്റാണ്ടു കാലം മുൻപ് ഇവിടെ വരാൻ ഇടയാക്കിയ ശിർക്കാരോപണം എന്താണോ ആ ശിർക്കാരോപണം തന്നെ. ഇത് ഇത്ര ശക്തമായി നടന്നാൽ ക്ഷമിക്കാൻ കഴിയുമോ? പൊറുക്കാൻ കഴിയുമോ? ഈമാനുള്ളവർക്ക് സഹിക്കാനാകുമോ? ഇക്കാര്യം ഈമാനുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ സമുദായത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ആശങ്കിക്കുന്നില്ലെന്ന് പറഞ്ഞ കാരണം വെറുതെ നിർമ്മിച്ചുണ്ടാക്കിയിട്ട് മെനഞ്ഞുണ്ടാക്കിയിട്ട് ഈ സമുദായത്തിന്റെ പേരിൽ ശിർക്ക് ആരോപിക്കാൻ വേണ്ടി വരുന്ന വിഭാഗം ശിർക്ക് എന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ആരോപിക്കപ്പെടുന്ന ശിർക്ക് എന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇതിനിവരെ കുറ്റപ്പെടുത്തിയിട്ട് ഫലമില്ല. തൗഹീദിന്റെ അർത്ഥത്തിൽ ഒരു അട്ടിമറി സംഭവിച്ചിട്ടുണ്ട് ഇവരുടെ നേതാക്കന്മാർ മുഖേന. വഹാബി പ്രസ്ഥാനത്തിന്റെ ആചാര്യൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തൗഹീദിനെയും ശിർക്കിനെയും അട്ടിമറിച്ചുകൊണ്ടാണ് നിർവചിച്ചിട്ടുള്ളത്. ഈ അട്ടിമറിച്ച നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കേവലം ചില പ്രവർത്തികളോ, കേവലം ചില ആചാരങ്ങളോ, കേവലം ചില നടപടികളോ, കേവലം ചില വാമൊഴികളോ ആണ് ശിർക്ക് എന്ന് ഇവർ തെറ്റിദ്ധരിക്കാൻ ഇടവന്നിട്ടുണ്ട്. ഈ ഇടവന്നതാണ് വാസ്തവത്തിൽ ഇതിനെല്ലാം കാരണം. പക്ഷെ തിരിച്ചറിഞ്ഞാലും വസ്തുതകൾ മനസ്സിലാക്കിയാലും പഴയ കാലത്തെ ആളുകൾ പറഞ്ഞു തന്ന അപ്പടി ദുരാരോപണമായി സമുദായത്തിന്റെ മേൽ മൊത്തമായി ആരോപിക്കുന്നുവെന്ന് മാത്രമല്ല, ഉദ്ഘാടന പ്രസംഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യം പറഞ്ഞ് ഈ ഉമ്മത്തിന്റെ റസൂൽ മുതൽക്കുള്ള ഈ ഉമ്മത്തിന്റെ ഏറ്റവും ഉന്നതരായ ആളുകളെ കുറിച്ച് വരെ എത്തുന്ന ആരോപണത്തിന്റെ ഗൗരവം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞല്ലോ. കഴിഞ്ഞ കാലത്തെ ഇമാമിയങ്ങൾക്കെതിരെ വരെ ഈ ആരോപണം ഇവരുന്നയിക്കുന്നു. ഇത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ ഉമ്മത്തിൽ ഒരു ശിർക്ക് അള്ളാഹുവിന്റെ റസൂൽ പേടിച്ചതുണ്ട്. ഈ ഉമ്മത്തിൽ ഒരു ശിർക്ക്, ആ ശിർക്കിനെ കുറിച്ച് നബി തങ്ങൾ വിശേഷിപ്പിക്കുന്നത് കേവലം പൊതുപ്രയോഗമല്ല, ശിർക്കെന്നല്ല. ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി അശ്ശിർകുൽ ഖഫി. എന്റെ ഉമ്മത്തിന്റെ മേൽ ഞാൻ ഏറ്റവും അധികം ആശങ്കപ്പെടുന്ന കാര്യം അശ്ശിർകുൽ ഖഫി, ഗൂഢമായ ശിർക്ക്. ഉറുമ്പ് പാറപ്പുറത്തരിക്കുന്നത് പോലെ
മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ, ഒളിത്തട്ടിൽ, മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അരിച്ചുകൊണ്ടിരിക്കുന്ന ശിർക്ക്. മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കല്ല, ദീനിൽ നിന്ന് വെളിക്ക് പോകുന്ന ശിർക്കല്ല, അരിച്ചു പോകുന്ന ഖഫിയായ ശിർക്ക്. ഈ ശിർക്കിനെ അല്ലാഹുവിന്റെ റസൂൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദും ഇബ്നു മാജയും നിവേദനം ചെയ്യുന്നുണ്ട്. മഹാനവർകൾ കരയുകയാണ്. കരഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മായുബിക്കീക്, എന്താണ് നിങ്ങൾ കരയുന്നത്? എന്തു കാര്യമാണ് നിങ്ങളെ കരയിച്ചത്? മഹാനവർകൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ഉണ്ടാകുന്ന, ഈ സമുദായത്തിലുണ്ടാകുന്ന ശിർക്കും ഖഫിയ്യത്തായ ശഹ്വത്തുമാണ് ഞാൻ കരയാൻ കാരണം. അള്ളാഹുവിന്റെ റസൂൽ ഈ സമുദായത്തെ കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന്. ശിർക്ക്, ഈ സമുദായത്തിൽ ഉണ്ടാകുന്ന ശിർക്ക്, ഈ സമുദായത്തിലുണ്ടാകുന്ന ഖഫിയ്യത്തായ ശഹ്വത്ത്, ഇത് നബിയിൽ നിന്ന് കേട്ടതുകൊണ്ടാണ്, അത് ഈ സമുദായത്തിൽ ഉണ്ടാകുന്നത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അദ്ദേഹം പറയുന്നു. ഈ ഉമ്മത്തിൽ ശിർക്കും ഖഫിയ്യത്തായ ശഹ്വത്തും ഉണ്ടാകുമെന്ന് തങ്ങൾ പറഞ്ഞപ്പോ ഞാൻ നബിയോട് ചോദിച്ചു, നബിയേ, ഈ ഉമ്മത്ത് അങ്ങേക്കു ശേഷം, അങ്ങയുടെ വേർപാടിനു ശേഷം ശിർക്കിലകപ്പെടുമോ? ഇത് ഞാൻ വ്യക്തമായി തന്നെ ചോദിച്ചു. ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് ശിർക്കിൽ അകപ്പെടുമോ അവരെന്ന്. അതഖവ്വഫു അലാ ഉമ്മത്തി അശ്ശിർക വശഹ്വതൽ ഖഫിയ്യ, എന്റെ ഉമ്മത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ശിർക്കും ഗൂഢമായ മോഹങ്ങളും താല്പര്യങ്ങളുമാണ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, റസൂലേ, അതുശ്രികു ഉമ്മതുക മിൻ ബഅദിക, തങ്ങൾക്കു ശേഷം തങ്ങളുടെ ഉമ്മത്ത് ശിർക്കിലകപ്പെടുമെന്നാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ ശിർക്ക്, നഅം, ശിർക്കിലകപ്പെടുമെന്ന് തന്നെ. പക്ഷേ എന്ത് ശിർക്ക്? നബി തങ്ങൾ വിവരിക്കുന്നു, അമാ ഇന്നഹും ലാ യഅ്ബുദൂന ശംസം വലാ ഖമറൻ വലാ ഹജറൻ വലാ വസന, സൂര്യപൂജ അവർ നടത്തുകയില്ല, ചന്ദ്രപൂജ അവർ നടത്തുകയില്ല, കല്ലിനവർ ഇബാദത്ത് ചെയ്യില്ല, ഒരു വിഗ്രഹത്തിനും ഒരു ബിംബത്തിനും അവർ ഇബാദത്ത് ചെയ്യുകയില്ല. വലാകിൻ യുറാഊന ബിഅഅമാലിഹിം, അവരുടെ കർമ്മങ്ങൾ അവർ അല്ലാഹു തആലാക്ക് വേണ്ടി ചെയ്യുന്നതിലുപരി ജനങ്ങളെ കൂടി ലക്ഷ്യമാക്കിക്കൊണ്ട്, ജനങ്ങളുടെ കാഴ്ചയും പ്രീതിയും പ്രശംസയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള റിയാ, ആ റിയാ അവർ നടത്തും എന്ന ശിർക്കാണ് ഈ ഉമ്മത്തിൽ വരുന്ന ശിർക്കെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ ശിർക്കാ ഞാൻ ഭയപ്പെടുന്ന ശിർക്ക്. വിഗ്രഹങ്ങൾക്കുള്ള പൂജയോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഇബാദത്ത് വൈരല്ലയോ ഈ സമുദായത്തിൽ സംഭവിക്കുകയില്ലെന്ന് വളരെ വ്യക്തമായി നബി തങ്ങൾ പറയുന്നു. വശഹ്വത്തുൽ ഖഫിയ്യ, ഇതോടൊപ്പം ഈ സമുദായത്തിൽ ഗൂഢമായി വരുന്ന അവരുടെ മോഹം എന്നത് അൻയുസ്ബിഹ അഹദുഹും സ്വായിമൻ ഫതഅരിദ ലഹു ശഹ്വത്തുൻ മിൻ ശഹവാതിഹി ഫയതുറുക സൗമഹു, നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനായി രാവിലെ പ്രഭാതത്തിൽ കിടക്കുന്നു, പെട്ടെന്ന് അയാൾക്ക് ഭൗതികമായ എന്തോ ഒരു താല്പര്യം ഉണരുന്നു, ഈ താല്പര്യപ്രകാരം അയാൾ നോമ്പ് വേണ്ടെന്ന് വെക്കുന്നു, എന്നിട്ട് അയാൾ നോമ്പുകാരനല്ലാതെ ജീവിക്കുന്നു. ഇவ்விധം ഇബാദത്തുകളിലേക്ക് ആശയോടുകൂടെ രംഗത്ത് വന്ന് ചില പ്രത്യേക ചെറിയ ചെറിയ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ ഇബാദത്തുകൾ ഒഴിവാക്കുന്ന ഗുപ്തമായ ഗൂഢമായ മോഹങ്ങളും ഭൗതിക താല്പര്യങ്ങളുമാണ് ഈ സമുദായത്തിലെ ശഹ്വത്ത് ഖഫിയ്യ കൊണ്ട് ഉദ്ദേശ്യമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം അഹ്മദും ഇബ്നു മാജയും നിവേദനം ചെയ്യുന്നുണ്ട്. ഇത്ര വ്യക്തമായി ഈ സമുദായത്തിൽ വരാൻ വല്ല ശിർക്കുമുണ്ടെങ്കിൽ അത് ലോകമാന്യമെന്ന പേരിൽ നമ്മൾ പറയുന്ന ഈ ലോകത്ത് നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത, ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും നാം മാറ്റിയെടുക്കേണ്ട, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് കൊണ്ട് അമൽ കൊണ്ട് ലക്ഷ്യമാക്കുക എന്നതിന്റെ അപ്പുറമുള്ള സാധാരണ മുസ്ലിമീങ്ങൾക്കൊക്കെ വരാവുന്ന റിയാ മാത്രമാണെന്നും അതിന് ഖഫിയായ ശിർക്ക് എന്നാണ് പേര് പറയേണ്ടതെന്നും അള്ളാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിച്ചിട്ട് മില്ലത്തിൽ നിന്ന് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്ക് ഈ സമുദായത്തിന്റെ പേരിൽ ആരോപിക്കുന്നവർ ഏത് നബിയുടെ സമുദായത്തിൽപ്പെട്ടവരാണ്? ഏത് നബിയുടെ പ്രവചനമാണ് അവർ സമുദായത്തെ പേടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്നത്? മുത്തുനബിയുടേതല്ല ആ ദീൻ. മുത്തുനബി പേടിച്ചിട്ടില്ല ഈ സമുദായത്തിന്റെ മേൽ ശിർക്ക്. അത്തരം ഒരു ശിർക്കാണ് ആരോപിക്കുന്നത് ഈ ഉമ്മത്തിന്റെ പേരിൽ. എന്ത് പേരിൽ? ഇതും വേണമല്ലോ ആലോചിക്കാൻ. എന്തു പേരിലാണ് ഈ ശിർക്ക് ആരോപണം? അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഈ സമുദായത്തിൽ നടന്നു വരുന്ന നല്ല ആചാരങ്ങളുടെയും
ഈ സമുദായത്തെ നബിതങ്ങൾ അവസാനം വരെ പഠിപ്പിച്ച ദീനിന്റെ ശരീഅത്തിൽ നിന്ന് റിസാലത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി നാം വിശ്വസിക്കേണ്ട പാഠമനുസരിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ വന്ന ആചാരത്തിന്റെയും പേരിലാണ് ഈ സമുദായത്തിന്റെ മേൽ ശിർക്ക് ആരോപിക്കുന്നത്. തൗഹീദ് മാത്രമല്ല ഈ സമുദായത്തെ നബി പഠിപ്പിച്ചത്. തൗഹീദ് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാവുകയും ഇല്ല. റിസാലത്ത് അംഗീകരിക്കാതെ ഒരാൾ മുസ്ലിമാകുമോ? ആഖിറത്തിനെ കുറിച്ചുള്ള പാഠങ്ങൾ അംഗീകരിക്കാതെ ഒരാൾ മുസ്ലിമാകുമോ? തൗഹീദ് അംഗീകരിക്കുന്ന ആൾ തന്നെ റിസാലത്തും അംഗീകരിക്കേണ്ടേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ഒരു ഭാഗം വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾ തന്നെ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന റിസാലത്തിന്റെ വാക്യം കൂടി പറയണ്ടേ? ഇത് രണ്ടും ചേരുമ്പോൾ അല്ലേ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം സമ്പൂർണമാവുക? നബി തങ്ങൾ റസൂലാണെന്ന പാഠത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അള്ളാഹുവിന്റെ വേദപ്രകാരം തൗഹീദിൽ തന്നെ അടിയുറച്ച് ശിർക്ക് ലവലേശവുമില്ലാതെ ജീവിച്ചിരുന്ന ജൂതന്മാർ റസൂലുള്ളാഹിന്റെ കാലത്ത് മദീനയിലുണ്ടായിരുന്നു. ആ മദീനയിലുള്ള ജൂതന്മാരും നബിയെ കൊണ്ട് വിശ്വസിക്കാത്ത പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രം നരകക്കാരും അവിശ്വാസികളും കാഫിറുകളുമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ റിസാലത്ത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആ റിസാലത്തിന്റെ ഭാഗമായാണ് അള്ളാഹുവിന്റെ മുർസലായ നബിതങ്ങൾ. അള്ളാഹുവിന്റെ മധ്യസ്ഥനാണ്. നമ്മിലേക്ക് ശരീഅത്ത് പഠിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ച ഇടയാളനാണ്. അള്ളാഹുവിലേക്ക് അർപ്പിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ചെന്നു പറയാനും ആവലാതിപ്പെടാനും പറ്റുന്ന മധ്യസ്ഥനാണ്. ആ റസൂല് മുശാഫിയാണ്. ആ റസൂലിന് ദുന്യാവിൽ ശഫാഅത്തുണ്ട്. ഈ നബിക്ക് പരലോകത്ത് ശഫാഅത്തുണ്ട്. ഈ ശഫാഅത്ത് നബിയെ പിൻപറ്റി ജീവിക്കുന്ന മുഖറബുകളായ ആളുകൾക്കൊക്കെയുമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് ഈ സമുദായത്തിൽ നിലനിന്ന ചില സദാചാരങ്ങൾക്ക് അടിസ്ഥാനം. ഉദാഹരണം, മമ്പുറത്ത് സിയാറത്തിന് പോകുന്നവരാൾ മമ്പുറത്ത് സിയാറത്ത് ചെയ്തു ദുആയിരക്കുന്ന കൂട്ടത്തിൽ മമ്പുറത്തെ തങ്ങളുടെ ഹളറത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്യും. തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പടച്ചോനെ നീ എന്നെ അതാക്കണേ ഇതാക്കണേ എന്ന് ദുആ ചെയ്യും. ഇതേ തവസ്സുൽ സാധുക്കളായിട്ടുള്ള പല വിശ്വാസികളും ഇഷ്കും മഹാന്മാരുമായിട്ടുള്ള ഭക്തിയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പല വിശ്വാസികളും അവരുടെ ജീവിതകാലത്ത് ചെയ്യുന്ന ഭാഷയിൽ മമ്പുറത്തെ തങ്ങളെ രക്ഷിക്കണേ, കാക്കണേ, എന്റെ പ്രശ്നങ്ങൾ ഇവിടെ നിന്ന് പരിഹരിക്കണേ, ഞാൻ പാപിയാണ്, ദോഷിയാണ്, എന്നെ രക്ഷിക്കണേ, എനിക്ക് പരലോകത്ത് രക്ഷ വേണമേ, എനിക്കത് വേണമേ, ഇത് വേണമേ എന്ന് മമ്പുറത്ത് വെച്ച് പറയും. ഇത് തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് വിശ്വാസികൾ നടത്തി വന്നിരുന്ന തവസ്സുലാണ്. തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് വിശ്വാസികൾ നടത്തിയിരുന്ന ഇസ്തിശ്ഫാ ആണ്. ഈ ഇസ്തിശ്ഫാ തങ്ങൾ വഫാത്തായ ശേഷവും മമ്പുറത്ത് സിയാറത്തിന് പോകുന്നവർ നടത്തും. ഇത് റസൂലുള്ളാഹിന്റെ തിരുഹളറത്തിൽ നടത്താത്ത വിശ്വാസികളില്ല. ഹജ്ജിന് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഹാജിമാർ മക്കയിൽ നിന്നും അവരുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അല്ലെങ്കിൽ മുൻപ് മദീനത്തേക്ക് ഒഴുകി ചെല്ലുന്നത് എന്തിനാണ്? തങ്ങളെ കാണാൻ, തങ്ങളെ സിയാറത്ത് ചെയ്യാൻ. നബി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയി നിൽക്കുന്ന ഒരാൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ നബിയല്ലാഹ് എന്ന് നബി തങ്ങൾക്ക് സലാം പറഞ്ഞ് ആവോളം സലാം പറഞ്ഞ ശേഷം നബിയെ ഞങ്ങളെ കാക്കണേ, രക്ഷിക്കണേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, അതുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കണേ, ഞങ്ങളുടെ പാപം പുറത്തു കിട്ടാൻ വേണ്ടത് ചെയ്യണേ, തങ്ങനെ രക്ഷപ്പെടുത്തണേ എന്ന് തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് വിശ്വാസികൾ പറഞ്ഞിരുന്ന ഭാഷയിൽ, ഭൂമുഖത്ത് ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിരുന്ന ഭാഷയിൽ, ഭൂമിക്കടിയിൽ അവിടുത്തെ ഖബറിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നബി തങ്ങളോട് അന്യായപ്പെടും, ആവലാതി പറയും. ഇത് നടക്കാത്ത സമയമില്ല. തങ്ങൾ വഫാത്തായ 3-ാം നാൾ നബി തങ്ങളുടെ തിരുഖബറിങ്കിൽ വന്നു നിന്നുകൊണ്ട് ഗ്രാമീണനായ ഒരു സ്വഹാബി വര്യൻ അവിടത്തെ ഖബറിന്റെ മേൽ തന്റെ ശരീരത്തെ എറിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞ പ്രാർത്ഥന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. നബി തങ്ങൾ വഫാത്തായി ഞങ്ങൾ മറമാടിക്കഴിഞ്ഞ 3-ാം നാളിൽ ആ രാത്രിയിൽ നടന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം ഖബറിന്റെ പുറത്ത് വീണ് കിടന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചത്, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സമഅതുല്ലാഹ യഖൂൽ, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ വിശുദ്ധ ഖുർആനിലെ വചനം പാപികളായിട്ടുള്ള ആളുകൾ, ദോഷികളായിട്ടുള്ള ആളുകൾ തങ്ങളെ സമീപിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന വചനമാണ്.
തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം, തങ്ങളോട് അവർ വന്ന് അന്യായപ്പെടണം, അവർ തങ്ങളുടെ ഹദറത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനോട് മാപ്പിരക്കണം, തങ്ങൾ അവർക്ക് വേണ്ടി മാപ്പിരക്കണം. ഇതൊക്കെ ഒത്തിണങ്ങിയാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, പടച്ചവൻ അവരുടെ തൗബ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇത് ഖുർആനിൽ കേട്ടിട്ടാണ് അങ്ങയുടെ തിരുഹദറത്തിൽ ഞാൻ വന്നിരിക്കുന്നത്. ഞാനിതാ അസ്തശ്ഫിഉ ബിക, അങ്ങയുടെ ശുപാർശ കിട്ടാൻ വേണ്ടി, അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, പാപിയായ ദോഷിയായ എന്റെ പാപത്തിന്റെ കാര്യത്തിൽ അങ്ങ് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് എന്നെ കാക്കണം നബിയേ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബിയോട് ആവലാതിപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് അദ്ദേഹത്തിന് പൊറുക്കപ്പെട്ടവരായി വിളിയാടമുണ്ടായെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? നബി തങ്ങളുടെ ഹുജറ ഷരീഫയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഫാത്തിമ ബീവിയുടെ റൂമിൽ കഴിയുന്ന മഹാനായ അലിയുൻ കറമല്ലാഹു വജ്ഹഹു. അലിയാർക്ക് തൗഹീദ് തിരിഞ്ഞില്ലേ? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് തൗഹീദ് തിരിഞ്ഞില്ലേ? നബി തങ്ങളോട് സങ്കടപ്പെട്ട് വഫാത്തിന്റെ ശേഷം, മരണത്തിന്റെ ശേഷം സങ്കടപ്പെട്ട് ദോഷം പൊറുക്കുന്ന കാര്യം, ദോഷത്തിന്റെ കാര്യം ആവലാതിപ്പെട്ടതിന്റെ പേരിൽ ശിർക്ക് വരുമെങ്കിൽ, ദീനിൽ നിന്ന് പുറത്തു പോകുമെങ്കിൽ, ആ പറഞ്ഞ ഗ്രാമീണനായ സ്വഹാബി വര്യന്റെ നടപടിയെ പ്രോത്സാഹിപ്പിച്ച് ഖബറിന്റെ അകത്ത് നിന്ന് മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അലിയാർ ഇത് ശിർക്കാണെങ്കിൽ അത് വ്യക്തമാക്കില്ലേ? ആ റിപ്പോർട്ട് ചെയ്ത ഹദീസും സംഭവവും എത്രയെത്ര കിതാബുകളിൽ നിവേദനം ചെയ്യപ്പെട്ടു. ഇവരെല്ലാവരും പറയില്ലേ ഇത് ശിർക്കാണെങ്കിൽ? തൗഹീദ് ശിർക്കിന്റെ പാഠത്തിൽ തർക്കത്തിന് വകുപ്പില്ലല്ലോ, അഭിപ്രായ വ്യത്യാസത്തിന് വകുപ്പില്ലല്ലോ. ആർക്കും അജ്ഞാതമാകുന്ന ഒരു പോയിന്റ് അവിടെ ഇല്ലല്ലോ, തെളിഞ്ഞു കിടക്കുന്നതല്ലേ തൗഹീദും ശിർക്കും. തൗഹീദും ശിർക്കും എന്നതിൽ ആർക്കെങ്കിലും ഗൂഢമായിട്ടുള്ള വല്ല അർത്ഥവും കൽപ്പിക്കാൻ കഴിയുമോ? ഇല്ല. വളരെ ഏവർക്കും തിരിയുന്നതാവണം തൗഹീദും ശിർക്കും. അപ്പോഴേ തൗഹീദ് എന്ന വിശ്വാസം ശരിക്കും രൂഢമൂലമാകൂ, ശിർക്കിൽ നിന്ന് മനുഷ്യൻ കരേറും. ഈ സമുദായം അന്ത്യനാൾ വരേക്കും ശിർക്കിലകപ്പെടാത്ത വണ്ണം ഇതിനു മുൻപ് അയച്ചപ്പെട്ട എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യത്തെ കവച്ചു വെക്കുന്ന വിധം അതധികം പ്രവാചകന്മാർ, അവരെ അനുകൂലിക്കാൻ ഒന്നോ രണ്ടോ പേരെ ഉണ്ടായുള്ളൂ. ചില നബിമാർക്ക് ഒരാളെയും കിട്ടിയില്ല. ഞാനങ്ങനെയല്ല, അന്ത്യനാൾ വരേക്കും എന്നെ പിന്തുടരാനുള്ള ആളുകളുണ്ടാകും. എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന മുഅ്ജിസത്ത് വഹ്യാണ്. മറ്റു പ്രവാചകന്മാർക്ക് നൽകിയിരിക്കുന്ന മുഅ്ജിസത്ത് പോലെയല്ല. കഴിഞ്ഞ കാലത്തെ നബിമാർക്കൊക്കെ നൽകിയിട്ടുള്ള മുഅ്ജിസത്തുകൾ ലോകത്തെ മുഴുവൻ ആളുകൾക്കും വിശ്വസിക്കാൻ മാത്രം ബലപ്പെട്ടതാണെങ്കിലും എൻ്റെ മുഅ്ജിസത്ത് അതിനേക്കാൾ ബലപ്പെട്ടതാണ്. അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന വഹ്യാണ്. അതുകൊണ്ട് അവരെക്കാളെല്ലാം അനുയായികൾ എനിക്കുണ്ടാകും, തൗഹീദിന്റെ അനുയായികൾ എനിക്കുണ്ടാകും. ഇതാണ് എൻ്റെ ആശ, ഇതെന്റെ സമുദായത്തിനുണ്ടാകുമെന്ന് പറഞ്ഞ നബി തങ്ങളുടെ സമുദായം നബി തങ്ങൾ വേർപെട്ടു പോയ ശേഷം മുതൽ ശിർക്കിലകപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ, ശിർക്കില്ലാത്ത ഒരു സമുദായത്തെ, കഴിഞ്ഞകാല സമുദായത്തിന് തൗഹീദിന് വേണ്ടി സാക്ഷി നിൽക്കാൻ, അവരിലെ മുശ്രിക്കീങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കാൻ ഇനി എവിടെ അവതരിക്കും? ആരവതരിപ്പിക്കും? ഈ സമുദായമാണ് അതിന് സാക്ഷി നിൽക്കാനുള്ളവർ. നൂഹ് നബിയുടെ ഖൗമിന്റെ ശിർക്കിനെതിരെ, മൂസാ നബിയുടെ ഖൗമിൽ ശിർക്കുണ്ടായെങ്കിൽ അദ്ദേഹത്തിന്റെ ജനതയിലെ ശിർക്കിനെതിരെ, ഈസാ നബിയെ നിയോഗിക്കപ്പെട്ട ആ ബനൂ ഇസ്രായേലിൽ ഉണ്ടായ ശിർക്കിനെതിരെ, ഈ സമുദായമാണ് തൗഹീദിന്റെ സാക്ഷികളായി അല്ലാഹു തആല അവതരിപ്പിക്കുന്ന സാക്ഷികൾ. ഈ സാക്ഷികളാണ് ശിർക്കിലകപ്പെട്ടു എന്ന് പറയുന്നത്. എന്തിന്റെ പേരിൽ? ഈ ഖബറിന്റെ അടുത്ത് വെച്ച് ആവലാതി പറഞ്ഞതിന്റെ പേരിൽ. ഖബറിന്റെ അകത്ത് വെച്ചുള്ള ആവലാതി ഒന്ന് ഓർക്കണം നിങ്ങൾ. ഈ ആവലാതി അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ വെച്ച് നടക്കാത്ത സമയമില്ലല്ലോ. ഇന്നും നടക്കുന്നു, എന്നും നടക്കുന്നു. നമ്മളൊക്കെ നടക്കുമ്പോൾ തങ്ങളുടെ ഹദറത്തിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അവിടുത്തെ പോലീസ് മുത്തവ്വമാര് കൈയൊന്ന് താഴ്ത്തിടാൻ വേണ്ടി പറഞ്ഞെന്ന് വന്നേക്കാം. പക്ഷേ ലക്ഷക്കണക്കിന് ഹാജിമാർ കൂട്ടം കൂട്ടമായി ഹാജിമാരിങ്ങനെ നബി തങ്ങളുടെ ഹദറത്തിൽ ആവലാതി പറയാത്ത, നബിയെ വിളിച്ചുകൊണ്ട് സങ്കടം പറയാത്ത ഒരു സെക്കൻഡ് അവിടെ കഴിഞ്ഞു പോകുന്നില്ല. നബിയാണെങ്കിൽ വഫാത്തിന്റെ വേളയിൽ അല്ലാഹു തആലാനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന വഹാബി സ്റ്റേജുകളിൽ വെച്ച് എപ്പോഴും മുഴങ്ങി കേൾക്കാറുള്ള പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? ഹദീസ് ദഈഫാണോ സ്വഹീഹാണോ എന്ന് ഈ ഉദ്ധരിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് അവർക്ക് പ്രശ്നമല്ല. തങ്ങൾക്ക് അനുകൂലമായതിലൊന്നും ഹദീസ് സ്വഹീഹാകണമെന്ന വാശി അവർക്ക് പണ്ടുമില്ലല്ലോ. അതുകൊണ്ട് ആ സമയത്ത് അവർ ഈ ഹദീസിനെ കുറിച്ച് അത് ദഈഫാണോ സ്വഹീഹാണോ ഒന്നും പറയില്ല. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ
പൂജിക്കപ്പെടുന്ന ഇബാദത്ത് ചെയ്യപ്പെടുന്ന വിഗ്രഹമാക്കരുതേ നാഥാ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി അവസാനത്തിൽ അള്ളാഹുവിനോട് ചെയ്ത രോഗത്തിൽ കിടക്കുമ്പോൾ ചെയ്ത മയക്കത്തിൽ നിന്ന് പെട്ടെന്നുണർന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ചെയ്ത പ്രാർത്ഥനയാണ്. ഇത് അവസാനത്തെ പ്രാർത്ഥനയാണ്. ഈ അവസാന കാലത്ത് യാമങ്ങളിൽ ചെയ്ത പ്രാർത്ഥന, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിനെ ചൊല്ലിയുള്ള പ്രാർത്ഥന, ഈ സമുദായം എന്റെ ഖബറിനെ പൂജിക്കരുത് എന്ന പ്രാർത്ഥന. ഖബർ പൂജ എന്ന് മരിച്ചവരോടുള്ള അന്യായപ്പെടലിനെയും ആവലാതിപ്പെടലിനെയും ഇസ്തിശ്വാഇനെയും കുറിച്ച് ഖബർ പൂജ എന്ന് ആരോപിക്കുന്നവർ പറയട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ നിന്നുകൊണ്ട് ആവലാതിപ്പെടാത്ത സെക്കൻഡ് ഈ മുസ്ലിം ലോകത്ത് വല്ല കാലത്തും കഴിഞ്ഞു പോയിട്ടുണ്ടോ? വല്ല വർഷങ്ങളിലും കഴിഞ്ഞു പോയിട്ടുണ്ടോ? വല്ല ഹജ്ജ് സീസണുകളിലും വിശ്വാസികൾ ഇങ്ങനെ ആപരാധിപ്പെടാത്ത കാലമുണ്ടായിട്ടുണ്ടോ? അപ്പൊ അതൊന്നും വിഗ്രഹ പൂജയല്ല, ഖബറിന്റെ പൂജയല്ല, നബിയുടെ ഖബറിനുള്ള ഇബാദത്തുമല്ല. ഇതുതന്നെയാണ് മുസ്ലിമീങ്ങൾ പൊതുവായി നടത്തി വരുന്ന മരിച്ചവരോടുള്ള പ്രാർത്ഥന, മരണപ്പെട്ടവരോടുള്ള പ്രാർത്ഥന എന്ന് വഹാബികൾ വിശേഷിപ്പിക്കുന്ന, ശിർക്ക് ആരോപിക്കാൻ ഇടയാക്കുന്ന യഥാർത്ഥമായ വിഷയം. ഈ വിഷയത്തിൽ സംഗതി ഒന്നുമില്ല. ഈ മൂല്യന്മാർക്കും ഉലമാക്കൾക്കും കഴിഞ്ഞ കാല ഇമാമുകൾക്കും നേബിമാമനും റാഫിമാമനും പോലും തൗഹീദും ശിർക്കും തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ വരാനിരിക്കുന്ന പണ്ഡിതന്മാർ, മറുപക്ഷത്തിൽ നിന്ന് വരാനിരിക്കുന്ന വഹാബി ബിദ്അത്ത് പ്രബോധകർ, എന്റെ വഹാബി ബിദ്അത്തിന്റെ പ്രബോധകനായിട്ടുള്ള മൗലവി നാളെ മറ്റന്നാൾ പ്രസംഗിക്കാനിരിക്കുന്ന മൗലവി പറയട്ടെ, നമ്മുടെ ഈ കൂട്ടത്തിൽ നമ്മുടെ ഏതെങ്കിലും കഴിഞ്ഞ കാലത്ത് ഒരു ഇമാമിനെയും അദ്ദേഹത്തിന്റെ കിതാബിനെയും മാത്രം വെച്ചുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വഹാബികൾ തയ്യാറാകുമോ? നേവി ഇമാമനെ അവരും നമ്മളും അംഗീകരിക്കുമല്ലോ, റാഫി ഇമാമനെ അവരും നമ്മളും അംഗീകരിക്കുമല്ലോ. മസാലയിലൊക്കെ തെറ്റുണ്ടാവുന്നവർ പറഞ്ഞേക്കാം. കാരണം ഷാഫി മദ്ഹബ് തന്നെ റസൂലുള്ളാന്റെ ഹദീസിനും അള്ളാന്റെ കിതാബിനും വിരുദ്ധമായതുണ്ട് എന്ന് പറയുന്ന കൂട്ടരല്ലേ, ഖുർആനെതിരുണ്ട് എന്ന് പറയുന്ന കൂട്ടര്. അങ്ങനെയൊക്കെ ആരോപിച്ചേക്കാം. പക്ഷേ നബി ഇമാമിന് തൗഹീദ് തിരിഞ്ഞില്ല, മുശ്രിക്കാണ് എന്ന് ഇവര് പറയില്ലെന്നാണ് പ്രതീക്ഷ. നബി ഇമാമനെ പറയോ? റാഫി ഇമാമനെ പറയോ? വസ്സാലി ഇമാമനെ പറയോ? ഇമാമുൽ ഹറമൈനെ പറയോ? ഇങ്ങേ തലക്കൽ ഇമാം ഇബ്നു ഹജർ ഹൈതമിയെ പറയുമോ? ഇമാം റംലിയെ പറയുമോ? നമ്മുടെ പൊന്നാലിയിലെ മഖ്ദൂം തങ്ങളെ പറയുമോ? എങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു കിതാബ് മാത്രം വെച്ചിട്ട് നമ്മുടെ ഈ തൗഹീദ് ശിർക്കിന്റെ ഭാഗത്തുള്ള ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മാത്രം ചർച്ച ചെയ്യാൻ സംവാദമായി വ്യക്തമായ വ്യവസ്ഥയോടുകൂടെ, ജനങ്ങൾക്ക് സുതാര്യമാറിയാവുന്ന വ്യവസ്ഥയോടുകൂടെ ഈ മൗലവിമാർ തയ്യാറാണെങ്കിൽ അത് നാളെ മറ്റന്നാൾ പ്രസംഗിക്കുന്ന മൗലവി പറയണം. അത് നമ്മൾ ശ്രദ്ധിക്കും വേണോ? ഞങ്ങളിത് എല്ലാ സ്റ്റേജുകളിലും ഈ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെയുള്ള പ്രഖ്യാപനമാണിത്. കുറ്റ്യാടിയിൽ വെച്ചും പറഞ്ഞിട്ടുണ്ടിത്, കോഴിക്കോട് ടൗണിൽ വെച്ചായിക്കൊള്ളട്ടെ, മുജാഹിദുകളുടെ ഔദ്യോഗികമായ അംഗീകാരത്തോടുകൂടെ അവർ നടത്തുന്ന ശിർക്കാരോപണം, അവർ ആരോപിക്കാൻ ഇടയാക്കുന്ന മരിച്ചുപോയവരോടുള്ള അന്യായപ്പെടലും ആവലാതിപ്പെടലും ശിർക്കാണെന്നുള്ള അവരുടെ പുതിയ വാദം, വിതണ്ടവാദം, ഈ വാദം പിഴവാണെന്ന് സലക്ഷ്യം സമർത്ഥിക്കാൻ കേരള സുന്നി ജമാഅത്ത് തയ്യാറാണ്. അത് സമർത്ഥിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സുതാര്യമായി സംവാദം നടക്കണം. ആ സംവാദത്തിനു വേണ്ടി നിശ്ചയിക്കപ്പെടുന്ന വ്യവസ്ഥ എല്ലാവരും അറിയണം, കേൾക്കണം. ആ വിധത്തിൽ ഒരു ശരിയായ സംവാദം. ക്ലിപ്പിംഗ് മറ്റൊന്നും പറഞ്ഞ് ഞങ്ങൾ പേടിപ്പിക്കരുത്. അത് കേരള സുന്നി ജമാഅത്തിന് ക്ലിപ്പിംഗ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ കള്ളത്തരത്തിൻ്റെ ഒരു ഇടപാടാണ്. അത് കേരള സുന്നി ജമാഅത്തിന് കഴിയില്ല, അറിയില്ല. ഒന്നാമത് ഞങ്ങൾ അതൊന്നും അറിയാത്തവരാണ്. അങ്ങനത്തെ ഉപകരണങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്നും അറിയാത്തവർ. അതോടൊപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചിട്ട് നിങ്ങളോട് അങ്ങനെ നടത്തി നോക്കാന്ന് വന്നാൽ അതിന് സാമ്പത്തിക ശേഷിയും ഞങ്ങളെ കൂടെ അല്ല. ഇനി അങ്ങനെയൊക്കെ ഉണ്ടാക്കാന്ന് വെച്ച് നോക്കിയാലോ, എന്താണ് ഈ ഇടപാട്? ഈ ഇടപാട് എന്താണ്? ഏതെങ്കിലും ഒരു പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു തുണ്ട് ഭാഗം മുറിച്ചിട്ട് ആ മുറിച്ച ഭാഗം എവിടെയെങ്കിലും വെച്ചിട്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിപ്പിക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗത്തിൽ നിന്ന് പിടിച്ചെടുത്തത് നമ്മുടെ പ്രസംഗത്തിന്റെ ഒപ്പം ചേർത്ത് വ്യാജമായി നുണയായി ചേർത്ത് കൊടുക്കുകയോ ചെയ്യുന്ന സൗകര്യങ്ങളൊക്കെ ക്ലിപ്പിങ്ങിലുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കാം, വഹാബി ക്ലിപ്പിങ്ങുകളിലെല്ലാം കാണുന്നത് കുറേ മസാറുകളിലും മഖാമുകളിലും നടക്കുന്ന പല വിഷയങ്ങളും. അതൊക്കെ വിശ്വസിക്കാൻ പറ്റൂല, അത് കണ്ടുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തിന് പാവപ്പെട്ട സാധാരണക്കാര് പെട്ടെന്ന് ഇതൊക്കെ നടക്കുന്നുണ്ടോ, ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ? ഇത് തിരിയണമെങ്കിൽ ഒരു പോയിന്റ് പഠിക്കട്ടെ.
നമ്മളെ സിയാറത്ത് സാധാരണ കേരളീയന്റെ സിയാറത്ത്, ശരാശരി സുന്നികളുടെ സിയാറത്തിന്റെ മാതൃക മമ്പുറത്താണ്. ആ മമ്പുറത്തെ സിയാറത്ത് അവിടെ നടക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു സ്വലാത്തിന്റെ അന്നോ അല്ലെങ്കിൽ സിയാറത്ത് നടക്കുന്ന വേളയിലോ മമ്പുറത്തെ മക്കാമിൽ നടക്കുന്ന സിയാറത്തും അവിടത്തെ കർമ്മവും ആ മക്കാമുമായി ബന്ധപ്പെട്ട ഹുജറയുടെ സമീപത്ത് വെച്ചുള്ള ചിത്രം കാണിക്കട്ടെ. ആ ചിത്രം ഇവർ കാണിക്കൂല. എവിടുത്താ കാണിക്കുക? തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഉള്ളത്, അല്ലെങ്കിൽ കർണാടകയിൽ എവിടെയെങ്കിലും ഉള്ളത്, അല്ലെങ്കിൽ ഗുജറാത്തിൽ എവിടെയെങ്കിലും ഉള്ളത്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ എവിടെയെങ്കിലും ഉള്ളത്. നമ്മളുടെ മക്കാമുകൾ മസാറുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ രാജ്യത്തെ അവിശ്വാസികളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇവിടുത്തെ സാധാരണക്കാരും അഭ്യസ്തവിദ്യരും പൊട്ടന്മാരും എല്ലാവരും ഒന്നിച്ച് സമ്മേളിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ആഘോഷങ്ങളാവട്ടെ, എല്ലാവരും ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. അപ്പൊ അവിശ്വാസികളും ഹിന്ദുക്കളുമായ ആളുകളോ വിശ്വാസമില്ലാത്ത ആളുകളോ തീരെ ഒന്നും അറിയാത്ത പാമരന്മാരോ എന്തെങ്കിലും ചില കർമ്മങ്ങൾ കാണിക്കുന്നതൊക്കെ കണ്ടേക്കാ. അതിവർ പിടിക്കുക. അതിവർ പിടിച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള വല്ല മക്കാമായിട്ട് ബന്ധപ്പെടുത്തും. ഇതൊക്കെ എളുപ്പമാണല്ലോ. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനവും കഷ്ണിക്കുന്ന പണികളും ചേർത്തൊടുക്കുന്ന പണികളൊക്കെ അറിയുന്ന ലോകർക്ക് ഇതൊക്കെ വല്ല സംശയം ഉണ്ടാവും? ഇതൊക്കെ തിരിയുന്നവർക്ക് അറിയൂലേ? എവിടത്തെങ്കിലും ഏതെങ്കിലും ദൃശ്യം, ഇനി ക്ഷേത്രത്തിലെയോ അമ്പലത്തിലെയോ ഒരു ദൃശ്യവും നമ്മളെ മക്കാമുക്ക് ചേർക്കാം. എവിടെയെങ്കിലും നടക്കുന്നത്, ആ നടക്കുന്ന ദൃശ്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ജനങ്ങളെ കാണിപ്പിക്കുകയാണ്, കോമാളിയാക്കാൻ. നമ്മൾ സാധാരണക്കാർ വിചാരിക്കും മമ്പർത്തോ കൊണ്ടോട്ടിയോ അവിടെയോ ഇവിടെയോ ഒന്ന് ചിന്തിക്കും. അവിടെ നടക്കുന്ന ഒന്നും അല്ലത്. അല്ലെങ്കിൽ ചില മക്കാമുകളുമായി ബന്ധപ്പെട്ട് ചില ആഘോഷങ്ങളുണ്ടാകും. ആഘോഷങ്ങളിൽ എല്ലാവരും പങ്കെടുക്കും. ഇവിടത്തെ മക്കാമുകളിൽ ആഘോഷവും ജനകീയ ആഘോഷമാണ്. മതസൗഹാർദ്ദത്തിന്റെ വിളംബരമായിട്ടാണ് ഇവിടുത്തെ സർക്കാർ അതിനെ പ്രഖ്യാപിക്കുന്നത്. കാരണം എന്താ? എല്ലാ മതക്കാരും മതേതരരും മതനിഷേധകളും വിശ്വാസികളും അല്ലാത്തവരും ഒക്കെ പങ്കെടുക്കും. എല്ലാവർക്കും അവിടെ ഇടപാടുണ്ടാവും, റോളുണ്ടാവും. കച്ചവടമാകട്ടെ, ആഘോഷമാവട്ടെ, ചാട്ടമാകട്ടെ, ഇതിന്റെ ഒക്കെ ക്ലിപ്പിങ്ങുകളും കഷ്ടങ്ങളും കൊണ്ടുവന്ന് നല്ല മക്കാമുകളിൽ നടക്കുന്നത് കണ്ടോ? ഇത് ശിർക്കല്ലേ? ഇത് ശിർക്കല്ലേ എന്നാ ചോദിക്കുക. അതും ചിന്തിക്കണം. പ്രവൃത്തിയല്ല ശിർക്ക്, പ്രവൃത്തിയല്ല ശിർക്ക്, ഒരു കർമ്മമല്ല ശിർക്ക്. മുശ്രിക്കീങ്ങൾ ചെയ്യുന്ന ആചാരം മുഴുവൻ ശിർക്കല്ല, മുശ്രിക്കീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം മുഴുവൻ ശിർക്കല്ല. വിശ്വാസത്തിലുള്ളതാണ് ശിർക്ക്. തൗഹീദ് വിശ്വാസമല്ലേ? ആണ്. എങ്കിൽ ശിർക്കും വിശ്വാസമാണ്. നമ്മുടെ നാട്ടിൽ മതവിശ്വാസമില്ലാത്ത, അള്ളാഹുവിന് വിശ്വാസമില്ലാത്ത ഒരാൾ പള്ളിയിൽ വന്നുകൊണ്ട് സ്വന്തം ബാപ്പാന്റെ മയ്യത്ത് നിസ്കരിച്ചാൽ അത് തൗഹീദാണ് എന്ന് വഹാബി പറയോ? അള്ളാഹ്ക്കുള്ള ഇബാദത്തല്ലേ? ഓന്റെ നിസ്കാരം അള്ളാഹ്ക്കുള്ള ഇബാദത്തല്ലേ? അള്ളാഹ്ക്ക് മാത്രമുള്ള ഇബാദത്തല്ലേ? അള്ളാഹ്ക്ക് മാത്രമുള്ള ഇബാദത്താണ് തൗഹീദ് എന്ന് പറയുമ്പോഴേക്ക് അത് തൗഹീദിന്റെ അർത്ഥത്തിൽ കടത്തിയ തെറ്റായ മോശപ്പെട്ട തരത്തിൽ അവിടെ കടത്തിക്കൂട്ടിയിട്ടുള്ള വിദണ്ഡമായ നിർവചനമാണ്. പിഴവാണത്. ആ നിർവചനം ശരിയല്ല. ഇബാദത്തുല്ലാഹി വഹ്ദ, പടച്ചവന് മാത്രം ഇബാദത്ത് ചെയ്യാന്ന തൗഹീദിന്റെ അർത്ഥം. ആരാ പഠിപ്പിക്കുന്നത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അപ്പൊ മറിച്ച് പറയാ എളുപ്പ, ഇബാദത്ത് വൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുന്ന ഇബാദത്ത് ശിർക്ക്. തെറ്റി, പിഴവാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിന്റെ വചനം ഇതാണ്. ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. ലാ ഇലാഹ, ഇബാദത്തിന് അർഹനായിട്ടുള്ള, ഇബാദത്തിന് അർഹനായിട്ടുള്ള റബ്ബല്ല ഇലാഹല്ല ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹുമില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ അതാർത്ഥം. അതിനെന്താ തെളിവ്? നിങ്ങൾ തന്നെ ആലോചിക്ക്. ശിർക്കിന്റെ മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ പറയാ തൗഹീദിന്റെ വാക്യം? അള്ളാഹുവിന് ഇലാഹ് എന്നല്ലേ പറയാ? ആരും ലോകത്തെ പടക്കാത്ത കാലത്തും അല്ല ഇലാഹല്ലേ? ഇവിടെ ഇബാദത്തിന്റെ ആളുകളും ആബിദീങ്ങളും ഇല്ലാത്ത കാലത്ത് അള്ളാഹു ഇലാഹല്ലേ? അള്ളാഹു താല പിന്നെ പടച്ചതല്ലേ ആദം നബിനെ മനുഷ്യരെയും? ആദം നബിനും മനുഷ്യരും പടക്കുന്നതിന് മുൻപ് അള്ളാഹു ഇലാഹല്ലേ? മലക്കുകളെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു ഇലാഹല്ലേ? ജിന്നിനെ പടക്കുന്നതിന് മുൻപ് അള്ളാഹു ഇലാഹല്ലേ? അന്ന് അള്ളാഹ് ആരെങ്കിലും ഇബാദത്ത് ചെയ്തു? കാനല്ലാഹ് വലം യകുൻ ഷൈ, ഒന്നുമില്ല, അള്ളാഹു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന അക്കാലത്ത്